നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വെയ്റ്റ് റിഡക്ഷൻ സംഭവിക്കുന്നില്ല എന്ന് പറയുന്ന പലരിലും പല കാരണങ്ങൾ കൊണ്ടായിരിക്കും വെയ്റ്റ് റിഡക്ഷൻ സംഭവിക്കാത്തത്. എന്നാൽ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു 5-6 മിസ്റ്റേക്കുകൾ, എല്ലാവരും ചെയ്യാൻ സാധ്യതയുള്ള ഒരു 5-6 മിസ്റ്റേക്കുകൾ എന്താണ്, ഒരു പക്ഷേ നിങ്ങൾക്ക് വെയ്റ്റ് റിഡക്ഷൻ സംഭവിക്കാത്തതിൻ്റെ കാരണം ഇതാവും. അപ്പോൾ ആ ഒരു 5-6 റീസൺ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് എന്ത് ചെയ്താലും വെയിറ്റ് കുറയുന്നില്ലെങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ പെടാത്ത കുറച്ച് റീസൺസ്, നിങ്ങൾ ചെയ്യുന്ന ക്രാഷ് ഡയറ്റുകൾ, നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കുറേ ഡയറ്റുകൾ, അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മളെല്ലാവരും ഡയറ്റ് പറഞ്ഞു തരുമ്പോൾ ആദ്യം ഡയറ്റ് പറയുന്ന ആളും ഡയറ്റ് കേൾക്കുന്ന ആളും ചെയ്യുന്ന ആളും ആദ്യം ശ്രദ്ധിക്കുന്നത് അതിൽ പ്രോട്ടീൻ ഉണ്ടോ എന്നുള്ളതാണ്. പ്രോട്ടീൻ ആവശ്യത്തിൽ കൂടുതൽ എടുത്തുകൊണ്ട് പലരും ഡയറ്റ് ചെയ്യുന്നുണ്ട്. ഓവർ പ്രോട്ടീനും ഫാറ്റാണ്. അപ്പോൾ ഓവർ പ്രോട്ടീൻ നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിക്ക് എന്താണ് ചേഞ്ചസ് സംഭവിക്കുക, അല്ലെങ്കിൽ ഓവർ പ്രോട്ടീൻ നമുക്ക് എന്ത് പ്രോബ്ലം ഉണ്ടാക്കാം, അതാണ് ഫസ്റ്റ് പോയിൻ്റ്. ഓവർ പ്രോട്ടീൻ, നിങ്ങൾ എടുക്കുന്ന ഡയറ്റിൽ ഓവർ പ്രോട്ടീൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വെയ്റ്റ് റിഡക്ഷൻ തരില്ല. അതെന്തുകൊണ്ടാണെന്ന് ആദ്യം പറയാം. ഒരു ഹ്യൂമൻ ബോഡിക്ക് വേണ്ട പ്രോട്ടീൻ്റെ അളവ്, അപ്പോൾ അതായത് ഓരോരുത്തരും അവരവരുടെ പ്രോട്ടീൻ കണക്കാക്കുമ്പോൾ, ഞാൻ എത്ര പ്രോട്ടീൻ കഴിക്കണം എന്ന് കണക്കാക്കുമ്പോൾ എത്ര പ്രോട്ടീനാണ് നിങ്ങളെല്ലാവരും കഴിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? 0.88 ഇൻറ്റു നിങ്ങളുടെ ബോഡി വെയ്റ്റ് ആണ്. നിങ്ങളുടെ ബോഡി വെയ്റ്റ് എത്രയാണോ അതിനെ 0.8 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കിട്ടുന്ന അത്രയും ഗ്രാംസ് ഓഫ് പ്രോട്ടീനാണ് നിങ്ങളൊരു ദിവസം കഴിക്കേണ്ടത്. ഇതൊരു പക്ഷേ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. പലരും അതിൽ കൂടുതൽ പ്രോട്ടീൻ കഴിക്കും. എന്ത് ഭക്ഷണം എടുത്താലും പ്രോട്ടീൻ മാത്രം കഴിച്ചുകൊണ്ട് വെയ്റ്റ് റിഡക്ഷൻ സംഭവിക്കും. അല്ലെങ്കിൽ പ്രോട്ടീൻ മാത്രം എടുത്തുകൊണ്ട് ഡയറ്റ് ചെയ്യുന്നവർക്ക് വരാൻ സാധ്യതയുള്ള അസുഖങ്ങൾ, ആ ഒരു അസുഖത്തെ നമ്മൾ പ്രോട്ടീൻ പോയ്സണിങ് എന്നോ റാബിറ്റ് സ്റ്റാർവേഷൻ എന്നൊക്കെ പറയും. ഓക്കെ, ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ യൂറിയയുടെ അംശം ക്രമാതീതമായിട്ട് വർദ്ധിക്കും. ഡീഹൈഡ്രേഷൻ മോഡിലോട്ട് നമ്മുടെ ബോഡി പോയിക്കൊണ്ടിരിക്കും. ആൻഡ് അമോണിയയുടെ അംശവും നമ്മുടെ ശരീരത്തിൽ കൂടുതലായിരിക്കും. അമോണിയയുടെ അംശം കൂടുതലായിരിക്കും, യൂറിയയുടെ അംശം കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഡീഹൈഡ്രേഷൻ ഇടയ്ക്കിടയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഓവർ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം എടുക്കുമ്പോൾ വി ഹാവ് ടു ബി കെയർഫുൾ. ഒരു ലിമിറ്റ് ഉണ്ട് പ്രോട്ടീൻ എടുക്കുന്നതിന്. അതല്ലാതെ എല്ലാ ഭക്ഷണത്തിലും പ്രോട്ടീൻ, ഞാൻ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കില്ല, ഞാൻ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കില്ല, ഓൺലി പ്രോട്ടീൻ എന്ന് പറയുന്ന ചിലരെങ്കിലും ഉണ്ടായിരിക്കും. അവർ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രോട്ടീൻ പോയ്സണിങ് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇതിൽ കൂടുതൽ റെഫറൻസ് നിങ്ങൾക്ക് റിക്വയർഡ് ആണെങ്കിൽ ഗൂഗിൾ പോലുള്ള ഏതെങ്കിലും സെർച്ച് എഞ്ചിനിൽ വാട്ട് ഈസ് പ്രോട്ടീൻ പോയ്സണിങ് എന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഇനി ഓവർ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് കിഡ്നി സംബന്ധമായിട്ട് നമുക്ക് ഓൾറെഡി അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂട്ടാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. അതല്ല, നമുക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊന്നുമില്ല എന്നിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രോട്ടീൻ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. സിമ്പിളായിട്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യും, കാർബോഹൈഡ്രേറ്റ്സ് ഞാൻ കൈകൊണ്ട് തൊടില്ല എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഡയറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അത് റോങ് ഡയറ്റാണ്. കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്, പ്രോട്ടീൻ എന്നതിനൊരു പ്രപ്പോർഷൻ ഉണ്ട്. ഒരു ഡയറ്റീഷ്യൻ അറിയാവുന്ന ഒരു പ്രപ്പോർഷൻ ഉണ്ട്. ആ പ്രപ്പോർഷനിൽ തന്നെ നമ്മുടെ ശരീരത്തിലോട്ട് ഈ 3 സാധനങ്ങളും എത്തിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ പ്രോട്ടീൻ്റെ കാര്യം പറഞ്ഞു. ഓവർ പ്രോട്ടീൻ കൺസംഷൻ കൊണ്ട് നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള പ്രോബ്ലത്തെ പറ്റി ഞാൻ ഡിസ്ക്രൈബ് ചെയ്തു. അടുത്തതാണ് നമ്മളെപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് മോർ വാട്ടർ. വെള്ളം കുടിക്കാറുണ്ടോ? 5 ലിറ്റർ 7 ലിറ്റർ എന്നൊക്കെ പറയുന്നവരുണ്ട്. വെള്ളം മാത്രമേ ഞാൻ കുടിക്കാറുള്ളൂ, ധാരാളം വെള്ളം കുടിക്കും, എപ്പോഴും വെള്ളം കുടിക്കും. എപ്പോഴും വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള ഒത്തിരി ഫിൽറ്ററിങ് നമ്മുടെ കിഡ്നിക്ക് കൊടുക്കുന്നത് കിഡ്നിയുടെ ആയുസ് കുറയ്ക്കും എന്നൊക്കെ പല പഠനങ്ങളുണ്ട്. അതൊന്നും സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ലെങ്കിലും ഓവർ ഹൈഡ്രേഷൻ ഇൻ ഹ്യൂമൻ ബോഡി വിൽ കോസ് ഹൈപ്പോനൈട്രീമിയ എന്ന് പറയും. ഹൈപ്പോനാട്രീമിയ അല്ലെങ്കിൽ ലോ സോഡിയം ലെവൽ എന്താണെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ മോർ വാട്ടറിങ് എന്ന് പറയുന്നതും നമ്മുടെ ബോഡിക്ക് റിക്വയർഡ് അല്ല, ഇനഫ് വാട്ടറിങ് ആണ്. അതിന് 2.5 ലിറ്റർ അല്ലെങ്കിൽ 3 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിച്ചാൽ മതിയാകും. ബാക്കി നിങ്ങളുടെ ബോഡി എക്സാമിൻ ചെയ്യുന്ന ഡോക്ടറാണ് നിങ്ങൾ കൂടുതൽ വെള്ളം കുടിക്കണോ കുറവ്. ഒരു നോർമൽ ഹ്യൂമനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം 3 ലിറ്റർ വെള്ളം കുടിച്ചാൽ മതി. 2.5 ലിറ്റർ വൈകുന്നേരം ഒരു 6 മണിക്ക് മുൻപ് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ദാഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെയും കുടിക്കുക. അതാണ് വെള്ളം കുടിക്കുന്നതിൻ്റെ ഏകദേശം അളവ്. ഓക്കെ.
അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ചില ഹോർമോൺ ഇംബാലൻസസ് ഉള്ള ബോഡിയിൽ വാട്ടർ റിട്ടൻഷൻ ഉണ്ടാക്കും. വാട്ടർ റിട്ടൻഷൻ ചിലരിൽ കാലിൻ്റെ മീതെ നീര്, സ്വെല്ലിംഗ് പോലെ, കൈയിൻ്റെ റിസ്റ്റിൽ സ്വെല്ലിംഗ് പോലെ, കഴുത്തിന് പിന്നിൽ സ്വെല്ലിംഗ് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നതിന് കാരണമാവും. കുറേ അതിൻ്റെ സീരിയസ് ആയിട്ടുള്ള വേറെ സൈഡ് ബ്രെയിനിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിന് കാരണമാവും എന്നൊക്കെ അതിൻ്റെ സീരിയസ് സൈഡായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത ഡയറ്റ് മിസ്റ്റേക്ക് ഇപ്പോൾ 2 പറഞ്ഞു. ഒന്ന്, ഹൈ പ്രോട്ടീൻ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ, പിന്നെ ഓവർ വാട്ടർ എടുക്കുന്നുണ്ടെങ്കിലും വെയിറ്റ് റിഡക്ഷൻ കാണിച്ചോളണം എന്നില്ല. ഹൈ പ്രോട്ടീൻ എടുക്കുന്നുണ്ടെങ്കിലും ചിലരിൽ വെയിറ്റ് റിഡക്ഷൻ കാണിച്ചോളണം എന്നില്ല. അതിൻ്റെയൊക്കെ റീസൺ ഞാൻ പറഞ്ഞു. ഇനി 3ാമത്തെ കാര്യം, ഫ്രൂട്ട്സ് ഓൺലി. ചിലവർ എന്ത് ചോദിച്ചാലും ഞാൻ ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കുള്ളൂ എന്ന് പറയും. ഫ്രൂട്ട് ജ്യൂസസ് മാത്രമേ കഴിക്കുന്നുള്ളൂ എന്ന് പറയുന്നവരുണ്ട്. ഫ്രൂട്ട്സിൽ നിന്നും ഫ്രൂട്ട് ജ്യൂസസിൽ നിന്നും നമ്മുടെ ശരീരത്തിലോട്ട് ചെല്ലുന്നത് സുക്രോസാണ്, ഷുഗറാണ്, ഹൈ ഗ്ലൂക്കോസ് തന്നെയാണ്. സാധാരണ പഞ്ചസാരയും ഫ്രൂട്ട്സിൽ നിന്നുള്ള ഷുഗറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, സാധാരണ പഞ്ചസാരയിൽ ഇല്ലാത്ത കുറേ ന്യൂട്രിയൻസ് നമ്മുടെ ഫ്രൂട്ട്സിലും ഫ്രൂട്ട് ജ്യൂസസിലും ഉണ്ട് എന്നുള്ള ഒരു ഡിഫറൻസ് ഒഴിച്ചാൽ രണ്ടും ഷുഗർ തന്നെയാണ്. എത്രത്തോളം മധുരമുള്ള പഴങ്ങളാണ് നിങ്ങൾ ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് എന്നതിനനുസരിച്ച് നിങ്ങളുടെ ശരീരത്തിലോട്ട് കയറുന്ന ഷുഗറിൻ്റെ അളവ് സെയിം തന്നെയാണ്. നല്ലോണം ഷുഗർ നിങ്ങൾ കഴിക്കുന്നുണ്ട് എന്നതാണ് അർത്ഥം. വാട്ടർമെലൻ്റെ നടുക്ക് ഭാഗം നോക്കി തന്നെ കഴിക്കുന്നവരാണ് നമ്മളെല്ലാവരും. നല്ല പോലെ വാട്ടർമെലൻ കമ്പാരിറ്റീവ്ലി ഗ്ലൈസമിക് ഇൻഡെക്സ് ഹൈ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ്. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് നമ്മുടെ ഡേറ്റ്സ് ഒക്കെയാണ്, റെയ്സിൻസ് ഒക്കെയാണ്. പക്ഷേ അതിന് ജസ്റ്റ് താഴെയായിട്ട് നമുക്ക് വാട്ടർമെലൻ വരുന്നുണ്ട്. വാട്ടർമെലൻ, നേന്ത്രപ്പഴം ഒക്കെ ഫ്രൂട്ട്സ് തന്നെയാണ്. പക്ഷേ ഇതൊന്നും വെയിറ്റ് റിഡക്ഷന് വേണ്ടി കഴിക്കാൻ പറ്റിയിട്ടുള്ള ഫ്രൂട്ടുകളല്ല. സോ ഞാൻ ഫ്രൂട്ട് ഓൺലി ഡയറ്റാണ്. ദിവസേന വാട്ടർമെലൻ കഴിക്കുന്നു, ബനാന കഴിക്കുന്നു, ആപ്പിൾ കഴിക്കുന്നു, ഓറഞ്ചസ് കഴിക്കുന്നു, ഗ്രേപ്സ് കഴിക്കുന്നു, റേസിൻസ് കഴിക്കുന്നു, ഡേറ്റ്സ് കഴിക്കുന്നു എന്നൊക്കെ പറയുന്നവരിൽ വെയിറ്റ് റിഡക്ഷൻ കാണിക്കില്ല. മാത്രമല്ല അതർ ന്യൂട്രിഷൻസിൻ്റെ ഡെഫിഷ്യൻസിയും തീർച്ചയായിട്ടും നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാവും. പ്രോട്ടീൻ എവിടെയാണ്? കാർബോഹൈഡ്രേറ്റ്സ് എവിടെയാണ്? ഫ്രൂട്ട്സ് മാത്രം കഴിച്ചുകൊണ്ടിരുന്നാൽ ഫാറ്റ് എവിടെയാണ്? സോ ഇതൊക്കെ നിങ്ങളുടെ ബോഡിക്ക് ദോഷം ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അടുത്ത പോയിൻ്റ്, 3ാമത്തെ പോയിൻ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അടുത്ത പോയിൻ്റാണ്, ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് ചിലവർ വെയിറ്റ് കുറയ്ക്കും, അല്ലെങ്കിൽ കാർബിനെയും ഫാറ്റിനെയും കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യും. കാർബോഹൈഡ്രേറ്റ്സിനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി കോൺസ്റ്റിപ്പേഷൻ വന്നുകൊണ്ടിരിക്കും. ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറഞ്ഞു പോകുന്നത് കൊണ്ട് നമുക്ക് ഇൻറ്റസ്റ്റൈൻ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. ഞാൻ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒന്നും കഴിക്കില്ല എന്ന് പറഞ്ഞ അഭിമാനത്തോടു കൂടി പറയുന്നവരുണ്ട്. ഇൻറ്റസ്റ്റൈൻ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, കോൺസ്റ്റൻ്റായിട്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ അൺഹെൽത്തി ആയിട്ടുള്ള, അതായത് ഒരു ബോഡിയുടെ ഒരു ബാഡ് റിയാക്ഷനാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ദിവസേന മോഷൻ പെർഫെക്റ്റ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ അതൊരു ഹെൽത്തി ബോഡി ആവുന്നുള്ളൂ. സോ കോൺസ്റ്റിപ്പേഷൻ സംഭവിക്കുന്നുണ്ടെങ്കിലും അത് സീറോ കാർബ് ഡയറ്റിൻ്റെ ഭാഗമായിട്ടാണ് സംഭവിക്കുന്നത് എങ്കിൽ അത് വളരെ അൺഹെൽത്തിയാണ്. ആൻഡ് അതുകൊണ്ട്, അതായത് സീറോ കാർബ് ഡയറ്റ് എടുക്കുന്നത് കൊണ്ട് വരാനുള്ള മറ്റ് കാര്യങ്ങൾ ന്യൂട്രിഷൻ ഡെഫിഷ്യൻസി, മൂഡ് സ്വിങ്, ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാത്തതിൻ്റെ ഭാഗമായിട്ട് വരുന്ന അതർ ഇൻറ്റസ്റ്റൈൻ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ കാർബോഹൈഡ്രേറ്റ്സ് മിസ് ചെയ്യരുത്. ഉച്ചയ്ക്ക് ലഞ്ചിൽ കുറച്ച് കാർബ്, അത് ഗുഡ് കാർബ് എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ മീലെടുക്കേണ്ടതാണ്. അടുത്തൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫാറ്റ് മാത്രം, അൺഹെൽത്തി ഫാറ്റുകൾ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന ചില ഡയറ്റുകൾ. ഇപ്പോൾ പൊരിച്ചതും വറുത്തതും മാത്രം കഴിച്ചുകൊണ്ട് ഫാറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടൊക്കെ നിങ്ങൾ ഡയറ്റ് എടുത്താൽ അത് നിങ്ങളുടെ സ്കിന്നിന് നല്ലോണം ഡാമേജ് വരുത്തും. എന്നാൽ ഹെൽത്തി ഫാറ്റ് നമ്മുടെ ബോഡിക്ക് റിക്വയർഡ് ആണ്. ഫാറ്റിനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തു. നട്ട്സ് ആൻഡ് സീഡ്സിലൊക്കെ ഗുഡ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. നമുക്ക് HDL കൊളസ്ട്രോൾ റിക്വയർഡ് ആണ്, നല്ല ഫാറ്റ് റിക്വയർഡ് ആണ് സെൽ ഗ്രോത്തിന്, ഹോർമോൺ പ്രൊഡക്ഷന്, എനർജിക്ക്, അത്യാവശ്യം എനർജിക്ക് റിക്വയർഡ് ആണ്. ആൻഡ് നമ്മൾ ന്യൂട്രിഷൻ കഴിച്ചാൽ പോരാ, അത് നമ്മുടെ ഇൻറ്റസ്റ്റൈൻ അബ്സോർബ് കൂടി ചെയ്യണം. നമ്മുടെ ബോഡി അബ്സോർപ്ഷന് റെഡി ആവണമെങ്കിലും നമുക്ക് ഗുഡ് ഫാറ്റ് റിക്വയർഡ് ആണ്. ആൻഡ് ഓർഗൻ പ്രൊട്ടക്ഷനും, നമ്മുടെ ഓർഗൻസിനൊക്കെ ഔട്ടറായിട്ട് ഒരു ഫാറ്റിൻ്റെ ലെയർ ഉണ്ട്. അതാണ് നമ്മളെ പല ആക്സിഡൻറ്റിൽ നിന്നും നമ്മുടെ ഓർഗൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ലെയർ. നമ്മുടെ സ്കിന്നിനെ പല നല്ല ചൂട് വരുമ്പോഴും നല്ല തണുപ്പ് വരുമ്പോഴും ഒക്കെ നമ്മുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന
ഗുഡ് ഫാറ്റിൻ്റെ ഒരു ലെയർ ഉണ്ട്. ആ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നതിനും നമ്മുടെ ബോഡിക്ക് ഫാറ്റ് റിക്വയർഡ് ആണ്. അതിന് ഹെൽത്തി ഫാറ്റ് കൊടുത്തുകൊണ്ടിരിക്കണം. നട്ട്സ് ആൻഡ് സീഡ്സിൽ നിന്ന്, നല്ല മീറ്റിൽ നിന്ന് ഒക്കെ നമുക്ക് ഹെൽത്തി ഫാറ്റ് കിട്ടുന്നുണ്ട്. ആ ഹെൽത്തി ഫാറ്റ് കിട്ടുന്നതിന് നമ്മൾ ഹെൽത്തി ആയിട്ട് ടൈമിന് പ്രോപ്പറായിട്ടുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം. ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കണം. സോ 0 ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് ഞാൻ കഴിക്കുന്നത് എന്ന് പറയുന്നതും ഡയറ്റല്ല. 0 കാർബ് അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് ഞാൻ കഴിക്കുന്നത് എന്ന് പറയുന്നതും ഡയറ്റല്ല. കാർബ് മാത്രം എടുത്തുകൊണ്ടാണ് ഞാൻ ഡയറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നതും തെറ്റാണ്. പ്രോട്ടീൻ മാത്രം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഡയറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നതും തെറ്റാണ്. ഫാറ്റ് പൊരിച്ചതും വറുത്തതും മാത്രമാണ് ഞാൻ കഴിക്കുന്നത് എന്നിട്ടാണ് ഞാൻ വെയിറ്റ് കുറയ്ക്കുന്നത് എന്ന് പറയുന്നതും ഹെൽത്തി സ്റ്റൈലിലുള്ള ഒരു വെയിറ്റ് റിഡക്ഷൻ രീതിയല്ല. ഓക്കെ, ചിലവർ മുട്ട മാത്രം കഴിച്ചുകൊണ്ട് വെയിറ്റ് കുറയ്ക്കുന്നവരുണ്ട്. മുട്ട കഴിച്ചുകൊണ്ട്, മുട്ട ഒരു പ്രോട്ടീൻ അല്ലെങ്കിൽ ഒരു ബയോട്ടിൻ്റെയൊക്കെ സോഴ്സാണ്, നല്ലതാണ്, ന്യൂട്രിഷൻ റിച്ചാണ്, ഒരു മുട്ട എന്നും കഴിക്കുന്നത് വളരെ നല്ലതാണ് എന്ന് കരുതി മുട്ട മാത്രം കഴിച്ചുകൊണ്ട് നിങ്ങൾ വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ ബാക്കി ന്യൂട്രിഷന് നമ്മൾ എവിടെ പോകും? അതുമാത്രമല്ല, കോൺസ്റ്റൻ്റ് ആയിട്ട് മുട്ട കഴിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരുന്നതിനും സാധ്യത വളരെ കൂടുതലാണ്. സോ ഒരു എലമെൻറ്റ് എപ്പോഴും എൻഹാൻസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മാത്രമായിട്ട് ഡയറ്റ് എടുക്കാതെ എല്ലാ ന്യൂട്രിഷനും ഒരു പ്രപ്പോർഷനിൽ, ഒരു പ്രത്യേക അളവിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വെയിറ്റ് റിഡക്ഷന് വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ ഡയറ്റ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ്, അടുത്ത മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് കൂടി ഈ ഡയറ്റ് ക്ലാസ് എടുക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ സംസാരിക്കണം. അതാണ് നമുക്ക് ഭക്ഷണം എടുക്കുമ്പോൾ ഭയം തോന്നുക എന്ന് പറയുന്നത്. ഡയറ്റ് എടുത്ത് നമ്മൾ വെയിറ്റ് കുറച്ചു, ഇനി ഭക്ഷണം കാണുമ്പോൾ എനിക്ക് ഫിയർ തോന്നുന്നു. അത് നമ്മുടെ ബോഡിയുടെ ഒരു ഡിസോർഡർ അല്ല, ഡയറ്റിൻ്റെ പ്രോബ്ലം അല്ല, അത് നമുക്ക് മെൻ്റൽ ഡിസോർഡറാണ്. അത് നമുക്ക് ഭക്ഷണം കാണുമ്പോൾ ഭയം തോന്നുക, കഴിക്കാൻ ഭയം തോന്നുക. അതിനെ നമുക്ക് അനറക്സിയ എന്നോ ഒബിസോഫോബിയ എന്നോ അവോയ്ഡൻറ്റ് റെസ്ട്രിക്റ്റീവ് ഫുഡ് ഇൻടേക്ക് ഡിസോർഡർ അല്ലെങ്കിൽ ആർഫിഡ് എന്നൊക്കെ വിളിക്കാം. ഇങ്ങനെ തോന്നുന്ന സാഹചര്യത്തിൽ, അതായത് നമുക്ക് ഭക്ഷണം കാണുമ്പോൾ ഭയം കാരണം കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുക, വെയിറ്റ് ഗെയിൻ സംഭവിച്ചാലോ അങ്ങനെ ഒരിക്കലും നമ്മുടെ മൈൻഡ് ആ രീതിയിൽ സെറ്റ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ സംഭവിച്ചിട്ടും മരണം സംഭവിച്ച റിപ്പോർട്ടുകൾ ഈ റീസെൻ്റ്ലി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഭക്ഷണം കാണുമ്പോൾ ഭയം തോന്നുക അങ്ങനെ അരുത്. നമ്മൾ ഒരു വീക്ക്ലി വൺസ് നമ്മൾ എല്ലാ ഡയറ്റും തെറ്റിച്ച് ഇഷ്ടമുള്ള സാധനങ്ങൾ എന്തെങ്കിലും നല്ല സ്വാദിഷ്ടമായി തന്നെ കഴിക്കണം. ഡയറ്റ് എന്ന് പറയുന്നത് ഫുഡ് കഴിക്കാതിരിക്കുന്ന അവസ്ഥയേ അല്ല, ഹെൽത്തി ആയിട്ടുള്ള ഈറ്റിംഗ് സ്റ്റൈലിനെയാണ് നമ്മൾ ഡയറ്റ് എന്ന് പറയുന്നത്. അതല്ലാതെ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന അവസ്ഥ ഒരു മെൻ്റൽ ഡിസോർഡറാണ്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എന്നേക്കാൾ നോളേജുള്ള ഒത്തിരി പേര് ഇത് കാണുന്നുണ്ടായിരിക്കും. എനിക്കറിയുന്ന അറിവുകൾ എന്നെ ഫോളോ ചെയ്യുന്ന കുറച്ച് പേർക്ക് വളരെ വൃത്തിയായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്നെ കേൾക്കുന്ന വളരെ കുറച്ച് പേരുണ്ട്, അവർക്ക് ഇത് ഒരു നല്ല ഇൻഫർമേഷൻ ഷെയർ ചെയ്തു എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടി ഞാൻ കൺക്ലൂഡ് ചെയ്യുവാണ്. ആൻഡ് എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റഗ്രാമിൽ ഈ കാണുന്ന ഐഡിയിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. നമ്മുടെ ഏപ്രിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ നിങ്ങൾക്ക് ഡയറ്റും വർക്കൗട്ടും പറഞ്ഞു തന്നുകൊണ്ട് കറക്റ്റായിട്ട് ഓൺ ചെയ്തുകൊണ്ട് കൺട്രോൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോന്നോളൂ, ഞാൻ അവിടെ ഉണ്ടായിരിക്കും. സോ താങ്ക് യു, എല്ലാവരും കെട്ടിപ്പിടിച്ചുമ്മ. അടുത്ത വീഡിയോ ആയിട്ട് വിത്തിൻ 2 days ഞാൻ റീജോയിൻ ചെയ്യും. താങ്ക് യു.